പിണറായി ജന്മം കൊണ്ട ശ്രീ VC ബാലമാസ്റ്ററുടെ 5ാമത്തെ പുസ്തകം നേരത്തെ ജനാർദ്ദനത്തിൽ സംസാരിക്കുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നിയ 2 കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പുസ്തകത്തിൻ്റെ മഹത്യായി അതിന് ഒരു അബ്സ്ട്രാക്റ്റ് എഴുതിയത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുഴുവൻ വാക്കുകളും ചുരുങ്ങിയ രൂപത്തിൽ എഴുതിയ ശ്രീ കുഞ്ഞനന്തൻ അവരുടെ കുറിച്ചാണ്. വളരെ കൃത്യമായി സംഗ്രഹിച്ചുകൊണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടി ആദ്യത്തെ ഒരു 4 ദിവസങ്ങൾ കൊണ്ട് ഞാനത് ഏകദേശം വായിച്ച് പൂർത്തിയായി. പല അർത്ഥങ്ങളും കണ്ടെത്തിയത് മറ്റു പല ഡിക്ഷണറികളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത്. ഈ തുടക്കം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്നത്തെ കാലത്തെക്കുറിച്ചുള്ള ചിന്താഗതികളാണ്. ശരി തെറ്റായി, തെറ്റ് ശരിയായി ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പഴയ കാലഘട്ടത്തെയും പുതിയ കാലഘട്ടത്തിലേക്ക് ഓർമ്മിച്ചെടുക്കുവാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു സൃഷ്ടികളാണ് ബാലമാസ്റ്ററിന് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ചെറുപ്പകാലത്തുള്ള നരേന്ദ്രനോട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്ന കാര്യങ്ങളോട് കൂടിയാണ് നമ്മുടെ 1ാമത്തെ ലേഖനം ബാലമാസ്റ്റർ എഴുതിയിട്ടുള്ളത്. തുടങ്ങി മനുസ്മൃതി മുതൽ ഇങ്ങോട്ടേക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ യേശുദേവനെ കുറിച്ചും പുതിയ തലമുറയ്ക്ക് ഉണ്ടാവേണ്ടുന്ന കാഴ്ചപ്പാടുകളെ പഴയ തലമുറ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ള ഉത്കണ്ഠകൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചിന്തയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ലേഖന കൂട്ടം എഴുതുവാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രേരണയായിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു അശുഭ വാർത്തയായിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. നമ്മുടെ സാഹിത്യകാരനായ എന്ന് ഇഷ്ടപ്പെടുന്ന പയ്യന്നൂർ താമസക്കാരനായ പയ്യന്നൂർ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗ അധ്യാപകനായ ഡോക്ടർ AC ശ്രീഹരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും വിശ്വസിക്കുന്നു. നല്ലൊരു എഴുത്തുകാരനാണ്. ഈ വർഷമാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിളിച്ചത്. അതോടുകൂടിയാണ് എഴുന്നേറ്റത് വന്നത്. പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ലളിതമായ ഭാഷയിലുള്ള എഴുത്തും നല്ല കട്ടിയുള്ള ഭാഷയിലുള്ള എഴുത്തും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. സാധാരണക്കാര് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി നോക്കുന്നവരാണ് ഒത്തിരി കൂടുതൽ. ബുദ്ധിമുട്ടുകളോടുകൂടി കഷ്ടപ്പാടുകൾ അനുഭവിച്ച് മുന്നോട്ട് വരുന്നവർ വളരെ കുറവാണ്. അവരാണ് ഉന്നതിയിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. പക്ഷേ ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ കഴമ്പുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുമ്പോഴാണ് ആ പുസ്തകം നമ്മുടെ മനസ്സിലേക്ക് ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് എടുത്ത് പറയുവാൻ വേണ്ടി പറ്റുന്നത്. സൂര്യതേജസ്വിനികൾ എന്നുള്ളൊരു പുസ്തകം അത്തരത്തിലുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ ഒരു കമ്പാരിസൺ നമ്മൾ നടത്താറുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ പഴയ തലമുറയുടെ ഭാഗമാണ്. പുതിയ തലമുറയുടെ അപൂർവം കുറച്ച് പേരുകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മിഡിൽ വരുന്ന ആൾക്കാരാണ് ഞങ്ങളെ പോലുള്ളത്. പഴയതും പുതിയതിൻ്റെ ഇടയിൽ നിന്ന് കഷ്ടപ്പെടും. പഴയവർ പ്രാചീനമായ രീതിയിൽ വായന രീതിയുമായി മുന്നോട്ട് പോകുന്നു. പുതിയവർക്കും വായിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ ഏറ്റവും നല്ലത് ചുരുക്കത്തിലുള്ള വായന, ഓൺലൈൻ റീഡിങ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള ചിന്തയാണ്. കൂടുതൽ സമയങ്ങൾ അവർക്ക് നഷ്ടപ്പെടുത്തുവാൻ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളെ സംബന്ധിച്ച് പഴയത് കിട്ടിയാലും ഞങ്ങൾക്ക് നല്ലതാണ്, പുതിയത് കിട്ടിയാലും ഞങ്ങൾക്ക് നല്ലതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുവാൻ, ഈ പുസ്തകത്തെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുവാൻ ആഗ്രഹിച്ചത്. ഇതിന്റെ പേര് തന്നെ വളരെ ആലോചിച്ച് ഉറപ്പിച്ചിട്ടതാണ്. മറ്റ് 4 പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. മറ്റ് പുസ്തകങ്ങളുടെ 2, 3, 4 പുസ്തകങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഓർക്കണമെങ്കിൽ കടികട്ടിയുള്ള വാക്കുകളാണ്. ഈ ബുക്കിൽ അത്ര കടികട്ടിയുള്ള വാക്കുകൾ ബാലമാഷ പേരിൽ പോലും എന്ത് ചെയ്തില്ല, എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. സൂര്യതേജസ്വിനികൾ എന്ന് പറയുന്ന വളരെ എളുപ്പവും മൃദുലവുമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പുതുതലമുറയിൽ ഗവേഷണം നടത്തുന്നവരടക്കം ധാരാളം പേരുണ്ടാവും. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പഠനാത്മക രീതിയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഓരോ ലേഖനത്തിനും അതിൻ്റെതായ കഴമ്പുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 7 ലേഖനങ്ങളുണ്ട്. 7 ലേഖനങ്ങളിൽ അതിൻ്റെതായ മഹത്വങ്ങൾ നമ്മൾ പറയുന്നതിന് എത്രയോ അപ്പുറമാണ് എന്നുള്ളത് അത് വായിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലേക്കൊന്ന് ആലോചിച്ച് ഓരോ ലേഖനവും അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ മഹത്വവും. അതുതന്നെയായിരിക്കും നേരത്തെ നമ്മുടെ പ്രിയ മുല്ലപ്പള്ളി അവർക്ക് ഈ ഇതിൽ നിന്ന് പിന്നിട്ട് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും ഇതിനൊരു പ്രകാശനത്തിന് വലിയ യോഗ്യനൊന്നും അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലുള്ള ഓരോ വാക്കുകളും പലതരത്തിലുള്ള മലയാളം വാക്കുകളും മലയാളം നിഘണ്ടുവിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ആദ്യകാലത്തുള്ള നിഘണ്ടുക്കളും ഇപ്പോഴുള്ള ഭാഷാ നിഘണ്ടുക്കളും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഞാനൊരു ശാസ്ത്രാധ്യാപകനാണ്, എങ്കിലും മലയാളം നന്നായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ 2 നിഘണ്ടുകൾ ഇപ്പോൾ പുതിയ പുതിയ വാക്കുകൾ നമ്മൾ കേൾക്കും. പൂക്കി തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് പോലും മനസ്സിലാവാതെ ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ അർത്ഥങ്ങളും മാനങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇതൊരു നല്ല വാക്കാണ് എന്ന് നമുക്ക് തോന്നിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പഴയ വാക്കുകൾ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുന്നത്, നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുവാൻ വേണ്ടി ബാലമാഷെ പോലുള്ളവരുടെ ലേഖനങ്ങൾ നമ്മുടെ സമൂഹത്തിന് എന്നും ആവശ്യമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനിയും അദ്ദേഹത്തിന് 6ാമത്തെ പുസ്തകം തയ്യാറായി കഴിഞ്ഞു എന്നാണ് ജനാർദ്ദൻ നേരത്തെ 6ാമത്തെ പുസ്തകം 6 പോരാന്ന് ഞാൻ പറഞ്ഞത്. 10ഓളം പുസ്തകങ്ങൾ മിനിമം എഴുതണം. കാരണം ഇതൊക്കെ നമുക്ക് നാളെ പഠനവിധേയമാക്കുവാൻ വേണ്ടി പുതിയ ഗവേഷകർക്ക് പറ്റുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ചിലപ്പോൾ നാളെ അന്യം നിന്ന് പോകാൻ, നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ഇത് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ മനോഹരമായൊരു പുസ്തകമാണ്. നിങ്ങളെല്ലാവരും വായിക്കുമെന്നുള്ളത് അറിയാം. എങ്കിലും വായിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭാഷാ നിഘണ്ടു ചിലപ്പോൾ കയ്യിൽ കരുതുന്നതും നല്ലതായിരിക്കും. അതിൻ്റെ കൃത്യമായൊരു അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.